വാർത്തകൾ വിശദമായി. സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ് മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ നടന്നുവരുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂരിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന റോഡുകൾ, പാലങ്ങൾ, ബൈപ്പാസുകൾ, ജംഗ്ഷനുകളുടെ നവീകരണം തുടങ്ങി പശ്ചാത്തല വികസന രംഗത്ത് കേരളം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇതിന്റെയെല്ലാം ആകത്തുകയാണ് കേരളത്തിലെ വികസന മുന്നേറ്റം. ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. നാട്ടിലെ ജനങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന അവരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന സർക്കാരാണ് LDF സർക്കാർ, ജനപ്രതിനിധിയാണ് നമ്മുടെ വാസവൻ ചേട്ടൻ. ഈ നിയോജക മണ്ഡലത്തിൽ എത്രയെത്ര പദ്ധതികൾ വാസവൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു വികസന കുതിപ്പാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നിശ്ചയദാർഢ്യത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രവൃത്തിയും എണ്ണി എണ്ണി നമുക്ക് പറയാൻ സാധിക്കും. കൂടുതൽ സമയം അതിന് വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റുമാനൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് നടത്തേണ്ട അദ്ദേഹം മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് എല്ലാ നിലയിലും പരിപൂർണ പിന്തുണ നൽകി ഈ രണ്ട് വകുപ്പും കൂടെ ഉണ്ടാകും. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന രംഗത്ത് വലിയ മുന്നേറ്റം സാധ്യമാക്കി. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിച്ചു. ഭാവിയിൽ ഏറ്റുമാനൂരിനെ താലൂക്കാക്കി ഉയർത്തുകയെന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പലവിധ തടസ്സങ്ങൾ മറികടന്നാണ് സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമിടുന്നത്. സ്ഥലം സംബന്ധിച്ച തർക്കമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് യോഗം വിളിച്ചാണ് ഭൂമി വിട്ടുനൽകാൻ നടപടിയെടുത്തത്. ഏറ്റുമാനൂരിൽ ബഹുനില കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ഉടൻ നടത്തുമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഇവിടെ ബിജു സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ യഥാർത്ഥത്തിൽ നമുക്ക് പണം അനുവദിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇത് തുടങ്ങാൻ വേണ്ടിയുള്ള ഭരണാനുമതി തന്നിട്ട് 2 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിനെ താമസം എന്ന് ചോദിച്ചാൽ, ഒരു പ്രോജക്റ്റ് ഒരാശയം ഉണ്ടായി, ആ ആശയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പ്ലാൻ ഉണ്ടായി, എസ്റ്റിമേറ്റ് ഉണ്ടായി, DPR ഉണ്ടായി, അതിനുശേഷം ഭരണാനുമതി കിട്ടി, ആ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞാൽ സാങ്കേതികാനുമതി കിട്ടി, അതിനുശേഷം ടെൻഡർ ചെയ്തു, ആ ടെൻഡർ നടപടിക്രമം പൂർത്തീകരിച്ച് വർക്ക് ഓർഡർ കിട്ടുന്നതോളം വരെയുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ യഥാർത്ഥത്തിൽ ഏറ്റവും വിഷമകരമായ സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു കുഞ്ഞ് പ്രസവിക്കണമെങ്കിൽ അതിന് മുമ്പ് നടക്കേണ്ട മുഴുവൻ ശുശ്രൂഷകളും നമുക്കറിയാം. ആ ശുശ്രൂഷകൾ എന്ന പോലെ തന്നെ ഒരു പ്രോജക്റ്റ് പിറവിയെടുക്കണമെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ പിന്നിൽ ഇതെല്ലാം നന്നായി അനുഭവിച്ച മറ്റൊരാളാണ് ഈ വേദിയിലുള്ള ശാരികയാണ്. കാരണം ഞങ്ങളൊക്കെ MLA ആയിരുന്ന ഘട്ടത്തിൽ ഒരുമിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പുറകെ നടന്ന് ചിലപ്പോൾ ഫയലുകളെടുത്ത് മേശപ്പുറത്തു നിന്നും കൊണ്ടുപോകുന്ന പ്യൂണിൻ്റെ വഴി വരെ ചെയ്തിട്ടാണ് ചില പ്രോജക്റ്റുകൾ നടപ്പാക്കിയെടുക്കുക, ചില ആശയങ്ങൾ നടപ്പാക്കിയെടുക്കുക. അപ്പം അത്തരത്തോളം ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരു പണി ഈ പ്രോജക്റ്റാണ്. ഇവിടെ ബിജു അത് പറഞ്ഞു. ഒന്ന്, ഈ ഭൂമി പ്രധാനമായും ഒരു തർക്കം ഉയർന്നു. റവന്യൂവിൻ്റെതാണോ ആഭ്യന്തര വകുപ്പിൻ്റെതാണോ? സത്യത്തിൽ പുറമ്പോക്കാണ്. ആ പുറമ്പോക്ക് 2 കൂട്ടരും അവരവരുടെ കയ്യിൽ വെച്ച് അവകാശം സൃഷ്ടിച്ചു. അവസാനം ഞാൻ കണ്ട പണി 2 കൂട്ടരെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ആയുധം പ്രയോഗിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ കൈമാറി. മിനി സിവിൽ സ്റ്റേഷന്റെ തറക്കല്ലിടലും മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, നഗരസഭാംഗം രശ്മി ശ്യാം, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രദീപ് കുമാർ, ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, മുൻ MP തോമസ് ചാഴികാടൻ, ADM S. ശ്രീജിത്ത്, സംഘാടക സമിതി ചെയർമാൻ ES ബിജു, വനം വികസന കോർപ്പറേഷൻ അധ്യക്ഷ ലതിക സുഭാഷ്, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. ദീപ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. രൂപേഷ്,
ഏറ്റുമാനൂർ ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ തോമസ് കുത്തുകല്ലിങ്കൽ, മാന്നാനം KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി, ഫാദർ സുനിൽ പെരുമാനൂർ, സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് N അരവിന്ദാക്ഷൻ നായർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ്, ജോസ് ഇടവഴിക്കൽ, PV മൈക്കിൾ, KA കുഞ്ഞച്ചൻ, രാജീവ് നെല്ലിക്കുന്നൽ, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ NB തോമസ്, സെബാസ്റ്റ്യൻ വാളമ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള 70 സെന്റ് സ്ഥലത്താണ് 32 കോടി രൂപ മുടക്കി 3 നിലകളിലായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണത്തിന് 15 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.